മനുഷ്യനും ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ ഈ എലിസബത്ത് ടീച്ചറിനും ഒരു സ്വപ്നമുണ്ട്. സ്വന്തമായി സ്വയം നിൽക്കാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥ, അതിന് പര്യാപ്തമായ വിധത്തിൽ മണ്ണിനെ പാകപ്പെടുത്തുക. താൻ വാങ്ങിയ 2 ഏക്കറോളം വരുന്ന തരിശ് ഭൂമിയിൽ മരം നട്ടും കൃഷി ഇറക്കിയും അങ്ങനെ വർഷങ്ങളായുള്ള തൻ്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് നടുവിലൂടെ ടീച്ചർ നടന്നു നീങ്ങുന്നു. ഏകദേശം എത്ര നാളെടുത്തു ഇങ്ങനെ ഇത് കുറേ വർഷം എടുത്തു. എന്ന് വെച്ചാൽ ഞാനൊരു 97 തുടങ്ങിയതാണ്. പിന്നെ ഞാൻ ഈ വലിയ പരിചരണങ്ങളൊന്നും കൊടുക്കുന്നില്ല. അത് കാട്ടുവൃക്ഷങ്ങളായതുകൊണ്ട് അവരുടെ കഴിവ്, എൻ്റെ ഒരു സങ്കല്പം എന്താ വെച്ചാൽ ഒരു കാടാണ് നമ്മുടെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ. എന്ന് വെച്ചാൽ അവിടെ ആരും നനയ്ക്കണില്ല, നമ്മൾ അവിടെ വളം ചെയ്യണില്ല, ഒരു പരിചരണം ഇല്ല. പക്ഷെ എത്രയോ ജീവജാലങ്ങൾക്ക് അതൊരു അഭയമാണ്. അവരെ അവിടെ തന്നെ വളരണു, പ്രത്യുൽപാദനം നടത്തുന്നു, എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നിത്യഹരിത വനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വനമാക്കാന്ന് വെച്ചാൽ എനിക്ക് എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും ഇവിടെ നടാൻ പറ്റില്ല. അപ്പോൾ പരമാവധി ജൈവവൈവിധ്യം കൂട്ടാനുള്ളൊരു ശ്രമം. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. വളം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇടണത് ഒരു ജൈവ കൃഷിയിൽ അതൊരു ശരിയായിട്ടുള്ളൊരു മാർഗ്ഗമല്ല. സ്വയം നിലനിൽക്കണം. അപ്പോൾ പലതരം വൃക്ഷങ്ങൾ നമ്മൾ നടുമ്പോൾ ഓരോ വൃക്ഷവും മണ്ണിൽ നിന്ന് എടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മൂലകങ്ങളായിരിക്കും. അത് എടുത്ത മൂലകങ്ങൾ അതിൻ്റെ തടിയിലും ഇലയിലും പൂവിലും കായലും ഒക്കെ ഉണ്ടാവും. ആ ഇലയും പൂവും കായൊക്കെ അത് വീണ്ടും മണ്ണിൽ വീഴുമ്പോൾ മേൽമണ്ണിലേക്ക് ആ മൂലകങ്ങൾ ചേർക്കപ്പെടുകയാണ്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇടലല്ല, നാച്ചുറൽ മൈനിങ് ഓഫ് ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, ട്രേസ് എലിമെൻറ്റ്സ് മേൽമണ്ണിൽ നമുക്കധികം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ചെറിയ തോതിലേ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ളൂ. പക്ഷെ മേൽമണ്ണ് മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ വീഴുന്നതൊന്നും കത്തിക്കാതിരിക്കുക, മണ്ണിൽ പരമാവധി വൈവിധ്യമാർന്ന ഈ സസ്യാവശിഷ്ടങ്ങൾ ചേരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അത്രേ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തന്നെ പൊടിഞ്ഞ മണ്ണായിക്കോളും. ഇപ്പം എൻ്റെ ചെടികളൊക്കെ കായ്ക്കാൻ, ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് കണ്ടു എത്ര തരം കിളികളും മൃഗങ്ങളും ഒക്കെയാണ്. അപ്പം അവരും സീഡ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം ഇവിടെയുള്ള ചെടികളുടെ തന്നെ പലതിൻ്റെയും സ്വയം വിത്ത് വീണിട്ട് ഇപ്പോൾ ഞാൻ നട്ടതിനേക്കാൾ കൂടുതൽ അവരെ വിത്ത് വീണിട്ട് തൈകൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഞാൻ മഴക്കാലം വരുമ്പോൾ പലർക്കും ഫ്രീ ആയിട്ട് തൈ കൊടുക്കണത് അങ്ങനെയാണ്, അല്ലാണ്ട് ഞാൻ നട്ട് പിടിപ്പിച്ചതൊന്നുമല്ല. പല മരങ്ങളും നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതല്ലാതെ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രവേശനം എങ്ങനെയായിരുന്നു എന്നുള്ളത്? കുറേ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതായത് സ്വയം നിലനിൽക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്ത് സാധനവും, അതിൽ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമുക്ക് താമസിക്കാനുള്ള ഇടാണെങ്കിലും എല്ലാം കൂടി ഒന്ന് യോജിച്ച് ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അത് എൻ്റെ ഒരു വലിയ സ്വപ്നം. അങ്ങനെ സ്വപ്നം കണ്ട് അതിലേക്ക് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കലാണത്. അതിന് പേര് തന്നെ അതുകൊണ്ട് സ്വപ്നം തന്നെ ഇട്ടത്. ഇത് കുറേ നാളായോ ഈ സ്വപ്നം എന്ന് പറയുന്ന സ്ഥലം? അത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ്, മൊത്തത്തിൽ ഒന്നിച്ചല്ല നമ്മൾ വാങ്ങിച്ചത്. ആദ്യം കുറച്ച് സ്ഥലം മേടിച്ചു, പിന്നെ അതിൽ നമ്മൾ പരമാവധി ചെയ്യാവുന്ന അതിൻ്റെ പോരായ്മകളൊക്കെ നികത്താവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ അതിനോട് ചേർന്ന് കുറച്ചും കൂടി ഭൂമി എനിക്ക് കിട്ടി. അപ്പോൾ അവിടെയും അതൊക്കെ തന്നെ ചെയ്തു വരുന്നു. ഇപ്പോൾ ഏകദേശം എത്ര സ്ഥലമുണ്ടെന്ന് അറിയാം? ഇപ്പോൾ ഒരു 2 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ വളരെ ക്യാഷ് ഇങ്ങനെ വെറുതെ ഇട്ടിട്ടുള്ളൂ, അതോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മൾ? അല്ല, ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ 1 ഏക്കർ സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മൊത്തം പാട്ടത്തിന് കൊടുത്തിരുന്ന സ്ഥലമാണ്.
അതിൽ പാട്ടക്കാർ പോകുമ്പോൾ മൊത്തം തീർത്ത് ഒരു യുദ്ധഭൂമി പോലെയാണ്. കപ്പയൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പറിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവാറില്ല. അപ്പം ഞാനിത് എടുത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും രൂക്ഷമായ വേനലിലും സർവൈവ് ചെയ്യണ ചെടി ഏതാണെന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പൂവൻവാഴയുടെ കന്നുകളൊക്കെ വാടിയിട്ടാണെങ്കിലും കേടൊന്നുമില്ലാതെ വലിയ കൊലയൊന്നും ഇല്ലെങ്കിലും 2-3 ഇലകൾ മാത്രമായിട്ടാണെങ്കിലും നിൽക്കുന്നുണ്ട്. ഒരു നനയും ഒരു തരത്തിലുള്ള പരിചരണം ഒന്നുമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഡ്രൗട്ട് റെസിസ്റ്റൻ്റ് വെറൈറ്റി ആണെന്ന് മനസ്സിലായി. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയാണ് ഞാൻ എൻ്റെ ചെടി നടാനുള്ള മരം നടാനുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സമയം എന്നറിയാം, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഈ പൂവൻവാഴയുടെ കന്നുകൾ കുറേ അങ്ങോട്ട് പിരിച്ച് ഉള്ളത് കന്നുകൾ ഇവിടെ തന്നെ ഈ പറമ്പിൽ തന്നെ നേരത്തെ കൂട്ടമായിട്ട് ആരും നോക്കാതെയൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് നിന്നിരുന്നു മേലത്തെ പറമ്പിൽ കേട്ടോ. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതൊരു പ്ലെയിൻ സ്ഥലമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയായിരുന്നു. അപ്പോൾ ഞാൻ പൂവൻവാഴയുടെ കന്നുകളാണ് ആദ്യം പിരിച്ചിങ്ങനെ അങ്ങൊക്കെ ആയിട്ട് ഇങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് അതിന് പരമാവധി കുറേ ഇപ്പം കിട്ടാവുന്ന എന്തെങ്കിലും മേലത്തെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടാവുന്നതും ഒക്കെ കൂടി അതിൻ്റെ കംപ്ലീറ്റായിട്ട് അതിന് കടയ്ക്ക് മാക്സിമം പൊതയിട്ടു. കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉള്ളത് പുല്ലോ ചവളോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് പൊതയിട്ട് അതിനെ സംരക്ഷിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ വർഷം ഞാൻ നോക്കുമ്പോൾ ഈ വാഴക്കന്നുകൾ ജീവനോടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ പോയിട്ട് പലതരം വൃക്ഷങ്ങൾ, ഔഷധ വൃക്ഷങ്ങളുടെ തൈകൾ അത് പല സ്ഥലത്തു നിന്നും മേടിച്ചു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മേടിച്ചു, പിന്നെ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അങ്ങനെ പല വിധത്തിലുള്ള ഔഷധ മരത്തിൻ്റെ തൈകളാണ് ഞാൻ മേടിച്ച് നട്ടു. അപ്പോൾ ഈ മഴക്കാലത്ത് പിന്നെ കുഴപ്പമില്ല, ചെടികളൊക്കെ വളരും. വേനൽക്കാലം ആകുമ്പോൾ ഈ വാഴയുടെ തണലിൽ അവരെങ്ങനെയൊക്കെയോ ജീവൻ പിടിച്ച് നിൽക്കും. പക്ഷേ ഒരു 100 തൈ നട്ടാൽ ഒരു 40 എണ്ണമൊക്കെ പിടിക്കുള്ളൂ. മോർ ദാൻ 50% നഷ്ടമാണ്. എന്നാൽ ഇപ്പോൾ കാണുന്ന വൃക്ഷങ്ങളൊക്കെ അങ്ങനെ പിടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ പറമ്പുകളിലൊന്നും കാണാത്ത ഒരുപാട് മരങ്ങൾ ഞങ്ങളിവിടെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യേകതയുള്ള മരങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ? ഒരു പ്രത്യേക ഇവിടെ കുറേ മരങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത്തിയുണ്ട്, പിന്നെ കരിങ്ങോട്ടയുണ്ട്. കരിങ്ങോട്ട അധികം ആൾക്കാർ കാണാത്തൊരു സാധനമാണ്, അതിൻ്റെ ഗുണം പലർക്കും അറിയില്ല. പിന്നെ ചേരുണ്ട്, ചേരെന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട്, അത് വെള്ളം ശുദ്ധീകരിക്കുന്ന വൃക്ഷമാണ്. അത് നമ്മൾ ഒരു ഉറവയുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചേരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മണ്ണിലുള്ള എല്ലാ വിഷാംശവും അത് വലിച്ചെടുക്കും. പക്ഷേ ചില ആൾക്കാർക്ക് ചേര് ഒരു അടുത്ത് പോയി കഴിഞ്ഞാൽ ചില അലർജി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മറുതട്ടെന്ന് പറയുന്ന രീതിയിൽ കൗണ്ടർ ചെയ്യാനുള്ള മരമാണ് താനി. അപ്പോൾ ഞാൻ ചേരും നട്ടിട്ടുണ്ട്, താനിയും നട്ടിട്ടുണ്ട്. പിന്നെ രക്തചന്ദനുണ്ട്, അശോകുണ്ട്, പിന്നെ ഇലഞ്ഞിയുണ്ട്, പിന്നെ പൊങ്കാമിയ എന്ന് പറയും. നമ്മുടെ പൊങ്കാമിയുടെ മലയാളം പെട്ടെന്ന് കിട്ടുന്നില്ല. നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ, ഏത് തരത്തിലുള്ള ക്ലാസ്സുകളാണ് അവിടെ സാധാരണ? അതെന്താ വെച്ചാൽ എനിക്ക് ഈ ഭൂമി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ മാത്രം അനുഭവിക്കേണ്ട ഒരു സംഭവമല്ല, ഞാൻ മറ്റുള്ളവരായിട്ട് കുറച്ച് പങ്കുവെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരേ ഭൂമി ഒരേ ജീവന് ഒരു ആസ്ഥാനമൊന്നും ഇല്ലാത്തൊരു സംഘടനയാണ് അത്. ഇങ്ങനെ ഭൂമി മൊത്തം പരന്നു കിടക്കുക, വളരെ കയ്യിൽ ഒതുങ്ങാവുന്ന ആൾക്കാരേ ഉള്ളൂ. അതിൻ്റെ തുടക്കം പ്രൊഫസർ ജോൺസി മാഷായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. പയ്യന്നൂർ മാഷ് അവിടെ പ്രൊഫസറായിരുന്നു. സാറ് ആദ്യം തുടങ്ങിയതാണ് സീക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. അതിൽ നിന്ന് ഇങ്ങനെ സാറ് പിന്നെ തുടങ്ങിയതാണ് ഒരേ ഭൂമി ഒരേ ജീവൻ, ആ ഒരു സംഘടന. അതിൽ ആ പേര് തന്നെയാണ് അതിൻ്റെ സന്ദേശം, അതിലപ്പുറമൊന്നും കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിലൊരു മെമ്പറായപ്പോൾ ഞാൻ വളരെ വൈകിയാണ് അതിൽ മെമ്പറായതൊക്കെ. അവരുടെ പരിപാടികളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ അതിലങ്ങനെ മെമ്പർഷിപ്പ് ആർക്കും ചെന്ന് എടുക്കാൻ പറ്റുന്നൊരു സംഘടനയല്ല. മെമ്പർഷിപ്പ് നമുക്ക് തരികയാണ് ചെയ്യണത്. നമ്മൾ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് അവരൊരു മെമ്പർ ആകാൻ യോഗ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ വി ആർ ഇൻവൈറ്റഡ്, അങ്ങനെയാണ് നമ്മൾ അതിൽ മെമ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു
എന്താണ് ദയാൽ സാറാണ് വളരെയധികം ആക്റ്റീവായിട്ട് ഇതിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് ഭൂമി കിട്ടിയിട്ടുണ്ട്, ഞാനിവിടെ കുറേ മരമൊക്കെ നടുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ഞാനൊരു ചെറിയൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി. അങ്ങനെ 10-30 പേർക്ക് 30 പേർക്ക് സുഖമായിട്ട് പറഞ്ഞാൽ മിനിമം ഫെസിലിറ്റിയിൽ നമുക്ക് ഒരു ഞങ്ങളിവിടെ 3 ദിവസത്തെ ട്രെയിനിങ്ങുകളാണ് നടത്താറ്. അത് ആവശ്യാനുസരണമാണ് നമ്മൾ നടത്തുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, തീ ഇടാതെ എങ്ങനെ കൃഷി ചെയ്യാം, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ സാധാരണ 3 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ശനിയാഴ്ച ഫുള്ളാണ് നമ്മൾ എടുക്കുക. അതായത് വെള്ളിയാഴ്ച രാത്രി തുടങ്ങി വൈകിട്ട് തുടങ്ങി ഞായറാഴ്ച രാവിലെ വരെ. അപ്പം 2 നൈറ്റ് കിട്ടും. നൈറ്റിലാണ് മെയിനായിട്ട് ആൾക്കാർ ഉള്ളു തുറന്ന് ഓപ്പണായിട്ട് അവരുടെ ആ ഇൻഹിബിഷൻസൊക്കെ മാറി സംസാരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ്. റിസോഴ്സ് പേഴ്സണൊക്കെ എവിടെ നിന്നായിരിക്കും? അത് ഇപ്പം ഈ പറഞ്ഞ ഇതിൽ ദയാൽ സാർ തന്നെയായിരുന്നു മെയിൻ റിസോഴ്സ് പേഴ്സൺ. പിന്നെ ഒരു ശിവപ്രസാദ് മാഷ് ഉണ്ടായിരുന്നു, മാഷ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പിന്നെ ഒരു വിശാലാക്ഷൻ മാഷ്, പിന്നെ പല ആൾക്കാർ, ടോണി തോമസ്. ഇങ്ങനെ ഇത്തരം മേഖലകളിലൊക്കെ ടീച്ചറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാൾ ആരായിരുന്നു? ഏറ്റവും ആദ്യം എന്ന് പറയാം അത് ഡോക്ടർ സതീഷ് ചന്ദ്രൻ നായരാണ്. ഞാനത് യാദൃശ്ചികമായിട്ട് സാറിൻ്റെ ക്ലാസ് കേട്ടതാണ്. 89 ഒരു മാർച്ച് മാസത്തിൽ ഹോർട്ടിക്കൾച്ചർ കോളേജിൽ വെച്ചിട്ട് ഡോക്ടർ സതീഷ് ചന്ദ്രൻ നായരുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഞാനത് കേട്ടിട്ടൊരു 3 ദിവസം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. പ്രവചിക്കുക അങ്ങനെയല്ല, അദ്ദേഹം അത് വളരെ ഷാർപ്പായിട്ട് തന്നെ, അത് ചൂണ്ടുപലകയായിട്ട് തന്നെ എനിക്കിപ്പോൾ തോന്നുക. ഓരോ കാര്യങ്ങളും ഇപ്പോഴും ആലോചിക്കാം. തീർച്ചയായിട്ടും ജീവിതവും പ്രകൃതിയും അങ്ങനെ രണ്ടായിട്ട് കാണേണ്ടതല്ല. അത് കണ്ട് പോയതുകൊണ്ടാണ് ഈ ഡൈവേർജൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും ടോട്ടലി പ്രകൃതിയിൽ നിന്ന് വേർവിട്ടിട്ടുള്ള ഒരു ജീവിതമാണ്. അതിലൊരു എന്താ പറയുക, ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു അപാകതയും കാണാത്തൊരു സമൂഹം നമുക്ക് ചുറ്റും കാണുന്നത്. അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ ആയിരുന്നു. നമ്മൾ വലിയ മലമറിച്ച് മണ്ണിൽ കളിയും അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ കിട്ടിയിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഒരു പച്ച മാങ്ങ വീണ് കഴിഞ്ഞാൽ അത് ഓടിപ്പോയി എടുത്ത് കടിച്ച് തിന്നാനൊന്നും നമുക്കൊരു മടി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണോ? അല്ലെങ്കിൽ അവരുടെ പേരൻസ് പോലും അവർക്ക് ഭയങ്കര ഭയമല്ല, എല്ലാത്തിനും ഭയപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈലാണ്. കീടാണുക്കൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളാകെ ഭയപ്പെടുത്തി, ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത യൂസ്ലെസ്. പോട്ടെ, അത് ഞാൻ ഒരുപാട് വിമർശിക്കുന്നില്ല, ഓരോരുത്തരുടെ ഇതാണ്. പക്ഷെ എന്നാലും ഡോക്ടർ സതീഷ് ചന്ദ്രൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം അകന്നു പോയിക്കൊണ്ടിരിക്കണോ അത്രമാത്രം നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ പീസും നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട് ഒരുമാതിരി അർത്ഥമില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് IT ഫീൽഡൊന്നും ഇത്രയും ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് അത് മാത്രമാണ്. അത് കറക്റ്റാണ്, അദ്ദേഹം പറഞ്ഞത് ഓരോ കാര്യം കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഇപ്പോൾ ചെയ്യുക എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. ഇത്ര ഭൂമിയില്ല, ഇതിൽ ഈ കാട്ടുമരങ്ങളൊക്കെ നട്ടിട്ട് എന്താ കിട്ടി? പക്ഷെ അത് നമുക്ക് എന്താ കിട്ടണമെന്ന് നമുക്ക് പറയാൻ കിട്ടില്ല. എനിക്ക് എൻ്റെ ഹെൽത്ത്, എൻ്റെ പീസ്, എനിക്കിവിടെ കിട്ടുന്ന ശുദ്ധവായു, എനിക്ക് കിട്ടുന്ന ശുദ്ധജലം, വെള്ളം തീരെ കുറവുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നത്, അതാണല്ലോ മുട്ടപ്പറമ്പായിട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്കറിയില്ല, എൻ്റെ കൈ കിട്ടിയ പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ എൻ്റെ കുളമോ എൻ്റെ കിണറോ ഒന്നും അങ്ങനെ തീർത്ത് പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോൾ വെള്ളം നല്ലോണം കുറയും, ചിലപ്പോൾ ഫുട് വാൽവൊക്കെ പുറത്താവും മോട്ടറിൻ്റെ. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത്യാവശ്യം അടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ മണ്ണ് അത് വെള്ളം സംഭരിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണെന്നാണ്. പ്രകൃതിയിൽ ഇപ്പോഴും ആ ഒരു വിശ്വാസം ടീച്ചറിലുണ്ട്. തീർച്ചയായും എന്നിൽ പ്രകൃതിക്കുണ്ടോന്ന് അറിയാം, എനിക്ക് പ്രകൃതിയിലുണ്ട്. കഴിയുന്നതും നിങ്ങളും മണ്ണും മനുഷ്യരും പ്രകൃതിയായിട്ട് നിങ്ങളുടെ റൂമുകളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരിക, ഒന്ന് പ്രഭാതം കാണുക, ഒന്ന് എന്താ പറയുക നിലാവ് കാണുക, മഴ കാണുക. മാതാപിതാക്കൾ കൂടി അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ല. ഈ മാതാപിതാക്കളെയാണ് എനിക്ക് താല്പര്യം, സത്യം പറഞ്ഞ കുഞ്ഞുങ്ങളെക്കാളും അവരിൽ കൂടിയാണ്. ഇപ്പം ഞാൻ കണ്ടതും അറിഞ്ഞതും പലതും എൻ്റെ അമ്മയപ്പനും
അല്ലെങ്കിൽ ഞാൻ ജീവിച്ച സാഹചര്യങ്ങളും. എൻ്റെ അമ്മയപ്പനെ ഒരിക്കലും ഒരു കടുംപിടുത്തക്കാരല്ല ആയിരുന്നു. ദേ ഗേവ് മീ ലോട്ട് ഓഫ് ഫ്രീഡം. കുട്ടികളുടെ അടുത്ത് മിക്സ് ചെയ്യാനും എനിക്കിഷ്ടമുള്ള പോലെ. വലിയ അപകടങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോഴാണ് തടഞ്ഞിട്ടുള്ളൂ അവർ. പക്ഷെ അവരുടെ കണ്ണ് എപ്പോഴും എൻ്റെ മേലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വലുതായപ്പോഴതിൻ്റെ ശേഷം ഞാനത് അറിയണേ. ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു കുഞ്ഞായിട്ട് തന്നെയാണ് വളർന്നത്. അതുപോലെയൊക്കെ കുട്ടികൾക്ക് കുറേം കൂടെ ഫ്രീഡം കൊടുത്ത് ഇപ്പോഴത്തെ മക്കൾ വളർത്തുകയാണെങ്കിൽ മക്കൾ തന്നെ പഠിച്ചെടുക്കും. അല്ലാതെ നമ്മൾ ആരെയും കോരിക്കൊണ്ട് പോയി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെല്ലാം പഠിച്ചെടുക്കും. എൻ്റെ അനുഭവം അതാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഭവം അതാവാലോ. അപ്പോൾ വിലപ്പെട്ട നിമിഷങ്ങൾക്ക് അതുപോലെ തന്നെ ടീച്ചറുടെ സ്വപ്നം ഇനിയും കൂടുതൽ ഫ്ലറിഷ് ആകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. നമസ്കാരം. നമസ്കാരം.